നിയമസഭയിൽ ചോദിക്കുന്ന കാര്യങ്ങളോടൊന്നും പ്രതികരിക്കില്ല. നിയമസഭയിൽ ഉന്നയിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടത്താൻ അനുവദിക്കില്ല. പുറത്തു വന്നിട്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കും. ഇതാണ് ക്രിയാത്മകമായ സർഗാത്മക രീതി സ്വീകരിക്കുമെന്ന് തുടക്കത്തിൽ പ്രഖ്യാപിച്ച പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നോക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ പ്രശ്നം ഇന്ന് സമരത്തിൽ ആധാരമായ പ്രശ്നം ഈ സെഷന്റെ ആദ്യ ദിവസം തന്നെ ചർച്ച ചെയ്യാം എന്നുള്ള നിലപാടാണ് ഭരണപക്ഷം സ്വീകരിച്ചത്. പക്ഷേ ഒരു നോട്ടീസ് പോലും നൽകാതെ ചർച്ച ഒഴിവാക്കാനുള്ള വഴികളാണ് ഇതുവരെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. ബഹുമാനായ പാർലമെന്ററി കാര്യമന്ത്രി ഇവിടെയുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം സഭയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം വളരെ സമർത്ഥനായ ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുറത്തു വന്നിട്ടും ആവർത്തിക്കേണ്ട. ഹൈക്കോടതി ഞങ്ങളെ എല്ലാം കുറ്റപ്പെടുത്തിയത് SIT ആണ്. ഇത് ഞാനും അവിടെ വിശദീകരിച്ചു. പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിനു ശേഷം ബഹുമാനായ മുഖ്യമന്ത്രിയും വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്ന ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ജാമ്യാപേക്ഷ പരിഗണിച്ച സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ മാത്രമാണ്. ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശങ്ങളാണ് ഞാൻ നേരത്തെ അവിടെ വായിച്ചത്. അത് വളരെ കൃത്യമായി തന്നെ ഈ അന്വേഷണത്തിൽ പൂർണ്ണമായി തന്നെ സംതൃപ്തി രേഖപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. അത് വീണ്ടും ഉദ്ധരിക്കേണ്ടതില്ലെങ്കിൽ പോലും എന്ന് മാത്രമല്ല, അവർ കൃത്യമായി പറഞ്ഞു, ഈ SIT shall be conducted with the highest degree of discretion, integrity and confidentiality without divulging any information to the public or the media. അങ്ങേയറ്റം ഇന്റഗ്രിറ്റിയോട് കൂടിയാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതാണ് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ അഭിപ്രായം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതിനൊന്നും അനങ്ങില്ല. സഭയിൽ ഈ പ്രശ്നം ഞാൻ ഉദ്ധരിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചത് കാര്യങ്ങളെല്ലാം പഠിച്ച് അവതരിപ്പിക്കുന്ന ആളായതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും അവിടെ പറയുക എന്നുള്ളതാണ്. എന്നാൽ ഈ പരാമർശങ്ങളെ കുറിച്ച് അദ്ദേഹം കേട്ട ഭാവം പോലും നടിച്ചില്ല. എന്ന് മാത്രമല്ല, ശരിക്കും പ്രതിപക്ഷത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് പ്രതിപക്ഷം എടുത്തു പറഞ്ഞില്ലെങ്കിലും തുടർച്ചയായിട്ട് അവിശ്വാസം രേഖപ്പെടുത്തുന്ന മറ്റ് സമ്മർദ്ദങ്ങൾക്ക് SIT വിധേയമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചാണ് ഹൈക്കോടതി പറയുന്നത്. Despite such clear discretion, it is reported that the SIT is presently being subjected to unwarranted pressure by way of misleading, speculative and unfounded report. ഇപ്പോ തെറ്റിദ്ധരിപ്പിക്കുന്ന ഊഹാപോഹങ്ങളായ അടിസ്ഥാനരഹിതമായിട്ടുള്ള റിപ്പോർട്ടുകൾ വഴി SITയുടെ ഈ ശരിയായ അന്വേഷണത്തെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? ആരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്പെക്കുലേഷൻ, ഊഹാഭോഗങ്ങൾ? ഒന്നുകിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്. ഇത് മാത്രമല്ലേ ഈ ഊഹാഭോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോ കോടതി പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഉദ്ദേശിക്കുന്നത് ആരാണെന്ന് നിഴൽ പോലെ വ്യക്തമല്ലേ? ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോ പെട്ടെന്ന് തെരഞ്ഞുകൊണ്ട് കിട്ടിയില്ല. ഹിന്ദു പറയുമ്പോൾ നേരത്തെ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണ്, അതുകൊണ്ട് ഇവരെ മാത്രം കാണേണ്ടതില്ല. While talking to the reporters in Tirunelveli, leader of opposition V.D. Satheesan alleged that officers were assigned by the CMO. Officers were assigned by the CMO. എന്നുവെച്ചാൽ CMO, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് ഈ ടീമിലേക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർ exert intense pressure on the SIT that proves the case. He said, ഇതിനടുത്ത് ഭീഷണിയാണ്, the opposition was refraining from naming the officers. ഞങ്ങൾ ഇവരുടെ പേര് പറയുന്നതിൽ നിന്ന് ഇപ്പോ റിഫ്രൈൻ ചെയ്തിട്ട് ഇപ്പൊ പറയുന്നില്ല, വിട്ടുവെക്കുന്നു. കൺസേൺ ഓൺലി ഔട്ട് ഓഫ് പ്രൊപ്പറേറ്ററി ബട്ട് വാണ്ട് ദാറ്റ്, മുന്നറിയിപ്പ് നൽകുകയാണ് ഉദ്യോഗസ്ഥർക്ക്. He would be compelled, എന്നുവെച്ചാൽ റിപ്പോർട്ടർ പറയുന്നത് പ്രതിപക്ഷ നേതാവ് LOP would be compelled to disclose their identities if they did not stop exerting pressure upon investigating officers. ഇപ്പൊ ടീമിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചും CM ഓഫീസിനകത്ത് പ്രഷറിനെ കുറിച്ചും പറഞ്ഞപ്പോ
ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, the inclusion of 2 additional officers in the based on request made, it is stated that objections were raised from certain quarters casting aspiration on the integrity of the said officers. ഈ certain quarter ആരാ? നിങ്ങളോടെല്ലാം ഇത് പറഞ്ഞതാരാ? എൻ്റെ ഒരു ധാരണ ഇത് എക്സ്ക്ലൂസീവായിട്ട് ആരും കൊണ്ടുവന്നില്ല എന്ന് തോന്നുന്നു. ചാനലുകളുടെ എക്സ്ക്ലൂസീവ് ആയിരുന്നില്ല. ഇത് സമ്മർദ്ദത്തിന് ഇതിൽ രണ്ടുപേരെ പുതുതായി തിരികെ കയറ്റുന്നു എന്നൊന്നും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ സർട്ടൻ ക്വാർട്ടേഴ്സ് ഉള്ളത് ചിലപ്പോ ഫ്രം എ ഇൻഡിവിജ്വൽ ആണ് യഥാർത്ഥത്തിൽ. പക്ഷെ കോടതി പിന്നെ മീഡിയ എല്ലാം വന്നല്ലോ. അപ്പൊ ഈ ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റുന്നതിന് പ്രതിപക്ഷ നേതാവല്ലേ പറഞ്ഞത്. അവനെ കോടതി എന്ന് പറയുന്നു, അതെന്തിനാ? ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യാനാണ്. The officers concerned are competent, trustworthy and industrious, and that without strengthening the team, it may not be possible to carry out any effective and timely investigation. ഇത് കേട്ടതിന് ശേഷം ഒരു ഒറ്റ പേജിൽ ഈ ടീമിലെ ആളുകളെ ഉൾപ്പെടുത്തിയതിനെയും കോടതി പ്രത്യേകമായി തന്നെ അംഗീകരിക്കുകയുണ്ടായി. ഒരു പ്രത്യേക ഉത്തരവ് ഈ ആളുകളെ ഉൾപ്പെടുത്തിയതിനെ സംബന്ധിച്ച് കോടതി ഒരു സിംഗിൾ പേജ് ഉത്തരവിലൂടെ അതിനെയും ശരിവയ്ക്കുകയുണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെയല്ലേ ഹൈക്കോടതി പരോക്ഷമായി ഈ അന്വേഷണത്തെ അട്ടിമറിക്കരുത് എന്ന് പറഞ്ഞത്? പിന്നെ അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് ഇവരുടെ ലാസ്റ്റായിട്ട് സുപ്രീം കോടതി ഹൈക്കോടതി ഇത് കേട്ടിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൽ വന്നിരിക്കുന്നത് 19 ജനുവരിയാണ്. അവര് 9-ാം തീയതി, ഇപ്പോ ഈ 9-ാം തീയതിയാണ് വീണ്ടും പോസ്റ്റിംഗ് ചെയ്തതായിട്ട് പറയുന്നത്. അതിന്റെ അവസാന പാരഗ്രാഫ് എന്താ? ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഹാവിംഗ് കെയർഫുള്ളി എക്സാമിൻഡ് ദ പ്രോഗ്രസ് റിപ്പോർട്ട് ആൻഡ് ദ സബ്മിഷൻസ് മെയ്ഡ്, വി ആർ സാറ്റിസ്ഫൈഡ്. കേട്ടോ അജിത, ലാസ്റ്റ് ഉത്തരവ് പറയാണ് വി ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ക്യാരിഡ് ഔട്ട് ദസ് ഫാർ. അത് വെറുതെ പറയല്ല, കെയർഫുള്ളി എക്സാമിൻഡ്, ശ്രദ്ധാപൂർവം ഇത് പരിശോധിച്ചിട്ട് ഇത് ദ പ്രോഗ്രസ് റിപ്പോർട്ട്, കോടതിയിൽ സമർപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് ശ്രദ്ധാപൂർവം പരിഗണിച്ചിട്ട് വി ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ക്യാരിഡ് ഔട്ട് ദസ് ഫാർ. The matter shall be posted on 9/2/2026. പിന്നെ എന്തുകൊണ്ടത് വൈകുന്നു എന്ന ചോദ്യത്തിന് യഥാർത്ഥം ഞാൻ നോക്കും ഇതിനകത്ത് ഉത്തരമുണ്ട്. 13-ാം പാരഗ്രാഫിൽ പറയുന്നു, we note that the investigation was initially confined to issues relating to the Daruvala idols. However, as the inquiry progressed and scientific documentary and material evidences were systematically collected and analyzed, the scope of investigation expanded substantially. അപ്പൊ ആദ്യം ചെറുതായിട്ട് തുടങ്ങിയെങ്കിലും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം പരിശോധിക്കുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. പ്രതിപക്ഷ മേധാവ് പക്ഷേ അതെ, പ്രതിപക്ഷ മേധാവ് ഇന്ന് ഈ കൊടിമരം അതുപോലെ ഈ വാജി വാഹനം അതിനെല്ലാം സർട്ടിഫൈ ചെയ്തൊരു കൊടുക്കുകയുണ്ടായി. അത് 10-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഈ വിധി, ഈ ഉത്തരവിൽ. The company, the Vaji Vaganam was recovered and seized under a Delhi prepared search list with the assistance of a careful goldsmith. Prima facie, inspection indicate that the said article was manufactured using Panchaloha with the substantial presence of gold on the other surface and has an approximate weight of 10.68 kilograms. The seized article has been produced before the court 13/1/2020. In view of this development, a detailed enquiry ആവശ്യമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇതെല്ലാം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അന്വേഷണം നടത്തുന്ന SIT-യെ നിയമിച്ച, അവരുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന, ആരുടെ മേൽനോട്ടത്തിലാണോ അന്വേഷണം നടക്കുന്ന അതേ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിന്യായത്തിലെ പരാമർശങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങേയറ്റം നിശബ്ദത പാലിച്ചുകൊണ്ട് ഒരു രീതിയാണ്. ഒരു വാചകം പറഞ്ഞു, കാരണം ഞങ്ങൾ അവിടെ ഇരിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിയമസഭയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും മറുപടി പറയില്ല. പുറത്തു വെച്ചിട്ട് നിങ്ങളോട് കാര്യമായി പറയും. നിങ്ങൾ പിന്നെ തിരക്കുകാരനൊന്നും ചോദിക്കാറില്ല, മറ്റു കാര്യങ്ങളിലേക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ നല്ലത്. അപ്പൊ നിങ്ങൾ ഉദ്ധരിക്കുന്ന വിധി ഏതാണ് സാർ എന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഹൈക്കോടതിയുടെ ഏത് വിധിയാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത്? ആ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അത് സിംഗിൾ ബെഞ്ചിന്റെ വിധിയല്ലേ?
സിംഗിൾ ഈ അന്വേഷണം ആരാ നടത്തുന്നത്? SIT. ആരുടെ മേൽനോട്ടത്തിൽ? ഡിവിഷൻ ബെഞ്ച്. SIT റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്ക്? ഡിവിഷൻ ബെഞ്ചിന്. സിംഗിൾ ബെഞ്ചിന്റെ മുൻപിൽ എന്ത് വരും? ഈ പ്രതിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട രേഖകളാണ്. അതിൽ ആ ബെഞ്ച് പരിശോധിക്കാൻ അധികാരമുള്ള ഭാഗമായിരിക്കും പരിശോധിക്കുക. അന്വേഷണത്തിന്റെ A to Z മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് അല്ലേ കുറവുകളുണ്ട്? അല്ല, പ്രതിപക്ഷ പറഞ്ഞ് ശരി, മറ്റൊരു വായിച്ചു നോക്കണമായിരുന്നു. കാരണം അന്വേഷണത്തിന് ഡിവിഷൻ സിംഗിൾ ബെഞ്ച് സാധാരണ വായിക്കുന്നതാണ്. ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു സംവിധാനത്തിനല്ലേ അതിന്റെ പൂർണ്ണമായ ചിത്രം ഉണ്ടാവുള്ളൂ. അതിന് ഏതെങ്കിലും വക്ക് അടിച്ചിട്ട് നമുക്ക് നിലപാട് സ്വീകരിക്കാൻ പറ്റും? അല്ല, വീഴ്ചയുണ്ടോ എന്ന് പറയേണ്ടതാരാ? സ്വാഭാവിക ഈ ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എന്തുകൊണ്ട്? അല്ല, ഈ കോടതി ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു ഇത്ര കെമിക്കൽ പരിശോധനകൾ, ഫോറൻസിക് പരിശോധനകൾ ഇതിന്റെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു, അവന്റെ കണക്ഷൻ എല്ലാം പരിശോധിക്കണമെന്ന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് പറയുന്നു. ആ ഡിവിഷൻ ബെഞ്ച് പറയുന്നതൊന്നും പരിഗണിക്കാതെ സാങ്കേതികമായ 90 ദിവസത്തിന് വേണ്ടി ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ട് ഈ ഡിവിഷൻ ബെഞ്ച് ഇപ്പോ ഇത് പറഞ്ഞ പോലെ ആ കേസ് തള്ളിപ്പോയാൽ നിങ്ങളുടെ അടുത്ത വിചാരണ എന്തായിരിക്കും? നമ്മുടെ എല്ലാവരുടെയും ശരിയായ ഉദ്ദേശം എന്താ? പ്രതികൾ ശിക്ഷിക്കപ്പെടണം, കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. അതിന് പറ്റുന്ന സമഗ്രമായ അന്വേഷണം പൂർണ്ണമായി ഹൈക്കോടതി മേൽനോട്ടത്തിലാണ്. ഇതിൽ എന്താ ഇവർ പറയുന്നത്? നേരത്തെ വായിച്ചല്ലോ, the SIT shall be directly answerable to this court only, and that the investigation shall be conducted with the highest degree. അതെല്ലാം പറഞ്ഞിട്ട് we are informed that no information is passed by the SIT to any outsider. കോടതിക്ക് അല്ലാതെ ഒരാൾക്ക് പോലും ഈ അന്വേഷണം സംബന്ധിച്ച് ഒരു കാര്യവും സമർപ്പിക്കുന്നില്ല. അല്ല, അത് വേറെ. പ്രോസിക്യൂഷൻ ഡിവിഷൻ ബെഞ്ചിനെ ബോധ്യപ്പെടുത്തുന്നില്ല. കാരണം ഡിവിഷൻ ബെഞ്ച് നേരിട്ടാണ് മേൽനോട്ടം വഹിക്കുന്നത്. പ്രോസിക്യൂഷൻ മുമ്പിലെ അല്ല, അദ്ദേഹം ആദ്യം പറഞ്ഞത് ഡിവിഷൻ ആദ്യം പറഞ്ഞതിന്റെ തുടർച്ചയിൽ ഡിവിഷൻ ബെഞ്ചിൽ പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തുന്നത് പോലെ, അങ്ങനെയല്ലേ ചോദിച്ചത്? ഞാൻ പറയാം അത് പോലെ എന്ന് പറഞ്ഞത് ഡിവിഷൻ ബെഞ്ചിൽ പ്രോസിക്യൂഷൻ അധികം ബോധ്യപ്പെടുത്തേണ്ടതില്ല. സാധാരണ പ്രോസിക്യൂഷൻ എന്ത് ചെയ്യും? പോലീസ് അന്വേഷിക്കും, അന്വേഷണ റിപ്പോർട്ടെല്ലാം നോക്കിയിട്ട് പ്രോസിക്യൂഷനെ ബാധിക്കുക. ഈ കേസിന്റെ പ്രത്യേകത എന്താ? അന്വേഷണ റിപ്പോർട്ട് എവിടേക്കാണ് പോണേ? കോടതി ഇരിക്കുകയാണ്. അവരാണ് ഇൻ ക്യാമറ വരെ കേൾക്കുന്നുണ്ട്. ഇതിൽ തന്നെ കാണാമല്ലോ, ഇൻ ക്യാമറ നമ്മളാരും പത്രക്കാരോ വേറെ ആരും ഇൻ ക്യാമറ വരെ ഉദ്യോഗസ്ഥർ നേരിട്ട് കേൾക്കുന്നുണ്ട്. അതെല്ലാം വെച്ചിട്ട് കോടതിയുടെ മുൻപിൽ പ്രോസിക്യൂഷൻ പറയുള്ളൂ സ്വാഭാവികമായിട്ടും ഇത് ഡിവിഷൻ ബെഞ്ചിന്റെ ആണ്. ഇത് സിംഗിൾ ബെഞ്ച് പരാമർശം വന്നു. പക്ഷെ അതിനകത്ത് ഈ അന്വേഷണത്തിന് കുറ്റമാണോ തെറ്റുണ്ടോ എന്നെല്ലാം പറയാൻ പൂർണ്ണമായിട്ടുള്ള അധികാരം ഈ കമ്മീഷനാണ്. അവരെന്ത് ചെയ്യാം? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അവർ സുവമോട്ട ഒരു SIT വയ്ക്കുന്നു. SITയിൽ ഇൻക്ലൂഷൻ പോലും അവരുടെ അനുമതിയോടുകൂടി മാത്രമാണ്. ഓരോ സ്റ്റെപ്പും അവര് ഗവൺമെന്റിനോടല്ല, ഗവൺമെന്റ് അതിനകത്ത് ഇടപെടുന്നേ ഇല്ല, ഹൈക്കോടതിനോടാണ് പറയുന്നത്. അത് സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാര്യം പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട്, ചർച്ച ചെയ്യാലോ, ഇത് ഞങ്ങളുടെ മറുപടി കേൾക്കാലോ. എന്താ പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അവിടെ പറയാതിരുന്നത്? നമ്മൾ പറയുന്നില്ല. അല്ല, SIT അന്വേഷണം സ്വതന്ത്രമാണെന്ന് ആര് പറയുന്നു?
അല്ല ഇത് നിങ്ങൾ ഇത് ഗവൺമെന്റിന്റെ ജിയോ ആണോ ഞാൻ വായിച്ചത്? അല്ല, SIT അന്വേഷണം ഇന്റഗ്രിറ്റി ഉണ്ട്, അത് സ്വതന്ത്രമാണ്, വേറെ ആർക്കും വിവരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് ആരാ പറഞ്ഞത്? ഹൈക്കോടതി പറഞ്ഞു എന്തൊരു ഉച്ചത്തോട് ചോദിക്കണേ. അല്ല, ഞാനതല്ലേ നിങ്ങൾക്ക് വായിച്ച ഇംഗ്ലീഷ് വെച്ച് മലയാളം ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് വായിച്ച ഇംഗ്ലീഷ് അറിയാവുന്ന ആളുണ്ടല്ലേ നിങ്ങൾ എല്ലാവരും. ഇതില് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചാണ് പറയേണ്ടത്. ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ്. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, കുറ്റപത്രം കൊടുത്തോളൂ. ഇനി ഓരോ ദിവസം വരെ കേൾക്കല്ലേ. ഈ ഘട്ടത്തിൽ പ്രതികൾ നിങ്ങൾ സ്വാഭാവികമായ ജാമ്യം 90 ദിവസത്തിൽ കിട്ടും എന്ന് അറിയാത്ത ആളുകളല്ലല്ലോ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ ഇരിക്കുന്നവർ. അപ്പൊ എന്ത് പറയണ ഹൈക്കോടതി? ഈ സമയം കുറ്റപത്രം കൊടുക്കേണ്ട സമയമായി. ഈ ഭാഗം നിങ്ങൾ കുറ്റപത്രം കൊടുത്തിട്ട് ബാക്കി അന്വേഷണത്തിലേക്ക് വരണം. ഗവൺമെന്റാണെങ്കിൽ ഗവൺമെന്റ് നോക്കും. ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലാണ് ഞങ്ങൾ രണ്ടു ഭാഗം നോക്കി. ഇപ്പൊ കുറ്റപത്രം കൊടുക്കുമ്പോഴാണോ പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ നല്ലത്, അതോ ജാമ്യത്തെക്കാൾ ശിക്ഷ ഉറപ്പുവരുത്തുന്നതാണോ നല്ലതെന്ന് ഗവൺമെന്റ് രണ്ടു ഭാഗം നോക്കും. സ്വാഭാവികമായിട്ട് ഹോം നോക്കും. ഞാൻ മുടിപ്പിക്കേണ്ടതില്ല. ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നോക്കുമ്പോൾ എന്ത് പറയും? സാധാരണഗതിയിൽ എന്ത് പറയണമായിരുന്നു? ഈ കേസ് മുഴുവൻ നോക്കിയിട്ട് ദിസ് ഈസ് ദ സ്റ്റേജ് ടു സബ്മിറ്റ് ദ ഈ പാർഷ്യലായിട്ടാകോ അല്ലെങ്കിൽ ഫുൾ ചാർജ് ഷീറ്റ്. കോടതിയല്ലേ മേൽനോട്ടം വഹിക്കുന്നത്. അല്ല, നിങ്ങൾ എന്താ അസംബന്ധം ചോദിക്കുന്നത്? ഈ കേസിന്റെ മേൽനോട്ടം പോലീസിന്റെ ഗവൺമെന്റിലേക്ക് വരുന്നില്ലല്ലോ. ഇത് പൂർണ്ണമായിട്ടും ഓരോ ഘട്ടത്തിലും മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ചല്ലേ. അവര് പറയുന്നു ഇത് എക്സ്പാൻഡ് ചെയ്യണം അന്വേഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇത്രയും ഭാഗം വെച്ച് കുറ്റപത്രം കൊടുക്കുന്നു എന്ന് പറയാൻ കഴിയോ? ആര് പറയും? SITക്ക് ഇതിനനുസരിച്ചല്ലേ ഡയറക്ഷൻ പോണത്. ഇവിടെ സമയം നീട്ടി കോടതിയും തമ്മിലുള്ള നിങ്ങൾ പറഞ്ഞതിപ്പോ കോമൺ സെൻസ് ഉള്ളവരാണെങ്കിൽ ചിന്തിക്കുക എന്താ? ഒരു ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും അന്വേഷിക്കുന്ന ഒരു സംവിധാനം, അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സംവിധാനം, അവർക്ക് മാത്രമാണ് അവന്റെ സ്റ്റെപ്പ് അറിയുന്നിടത്ത് സാധാരണഗതിയിൽ ഒരു സിംഗിൾ ബെഞ്ച് അത്രയും പറയാമോ എന്ന് കോമൺ സെൻസ് ഉള്ളവർ ചിന്തിക്കും. അത്രേ ഉള്ളൂ അതിനകത്ത്. പ്രോസിക്യൂട്ടറുടെ ഈ റിപ്പോർട്ട് മുഴുവൻ പ്രോസിക്യൂഷന്റെ അടുത്ത് ഈ പോലീസിന്റെ അടുത്തേക്ക് അല്ല വരുന്നത്. അല്ല, ഇനിയിപ്പോ 9-ാം തീയതി പറയും. 9-ാം തീയതി സാധാരണഗതി നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഇനി 9-ാം തീയതി വിളിക്കുമല്ലോ. 9-ാം തീയതി വിളിക്കുമ്പോ SIT പറയില്ല ഈ ഭാഗമെല്ലാം. അത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, സ്വാഭാവികം. പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അറിയോ? ഇനിയിപ്പോ യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ വിധി വന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ അന്വേഷണത്തിന്റെ ആധികാരികത ഉറപ്പുവരുത്തിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഈ ഓർഡർ ഇറക്കുന്നത് സിംഗിൾ ബെഞ്ചിന്റെ ആദ്യത്തെ ജാമ്യാപേക്ഷ തള്ളിയപ്പോ SITയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നിരീക്ഷണങ്ങൾ വന്നതിന് ശേഷമല്ലേ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കിയത്? ഇതിനു ശേഷമല്ലോ. സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം വന്നതിന് ശേഷമല്ലേ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവ് ആധികാരികമായിട്ടെന്ന് പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് പറഞ്ഞ് ശരിയല്ല എന്ന് പരോക്ഷമായി ഇതിനകത്ത് പറയല്ലേ ചെയ്യുന്നത്. നിങ്ങൾ എന്താ പ്രശ്നം? അതാരും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചില്ല.
ആദ്യത്തെ ദിവസം നിങ്ങൾ ഈ കോടതി ലേഖകന്മാരൊക്കെ അവധി എടുത്തുകൊണ്ടായിരിക്കാം. ഇന്ന് രാജേഷാണ് അത് ആദ്യം പറഞ്ഞത്. കോടതി ലേഖകന്മാർ അവധി എടുത്തുകൊണ്ടായിരിക്കും ആരും റിപ്പോർട്ട് ചെയ്തില്ല. യഥാർത്ഥത്തിൽ ഒരു എക്സ്ക്ലൂസീവ് അല്ലേ, ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ. സിംഗിൾ ബെഞ്ച് പറഞ്ഞു, പക്ഷേ ഇതാ ഡിവിഷൻ ബെഞ്ച് ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, സാറ്റിസ്ഫാക്ടറി ആണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരിക്കുന്നത് CMO ആണെന്നുള്ള ആ വാദം തള്ളി. എത്ര സബ് ടൈറ്റിൽ കിക്കിറക്കിടാൻ നിങ്ങൾക്ക്? ആരോപണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ സോണിയാഗാന്ധിയുടെ ഒപ്പം രണ്ടുപേർ ഈ പ്രതിയുമായിട്ട് കട്ടയാൾ, വിറ്റയാൾ, അതിന് തുടർച്ചയായി നിന്നയാൾ, 3 പേരും ഒറ്റ ഫ്രെയിമിൽ എങ്ങനെ വന്നു? അജിതയ്ക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിലൊന്നും ചെല്ലാൻ പറ്റും? പ്രശാന്ത് രഘുവംശത്തോട് ചോദിച്ചു, അനുമതിയൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പാർലമെന്റ് മെമ്പർമാരായിരുന്ന കാലത്തോലും കാണാൻ പറ്റില്ല. ഞാൻ ഇത് എന്ത് നിങ്ങൾ തെന്നിരിക്കണേ? അജിത, ഇത് പറയൂ. ഞാൻ ചോദിച്ചത് നിങ്ങൾ ചോദിക്കേണ്ട. അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ ഒപ്പം ചിത്രം കണ്ടല്ലോ, മുഖ്യമന്ത്രിയോട് നിങ്ങളെല്ലാവരും ഉണ്ടായല്ലോ, എന്താ നടന്നതെന്നുള്ളത്. പ്രധാനമന്ത്രി വളരെ സുരക്ഷയുള്ള ഒരാളുടെ അടുത്ത് 2 MP-മാർ ഈ കട്ടയാൾ, വിറ്റയാൾ, അതിന് ഉപയോഗിച്ചയാൾ 3 പേരെ ഒന്നിച്ച് ബെല്ലാരിക്കാരെ കൊണ്ടുപോകുമ്പോൾ അവരത് കയ്യിൽ കെട്ടിക്കൊടുക്കുമ്പോൾ, സാധാരണ ഈ ഇസഡ് കാറ്റഗറി ഉള്ളവരുടെ അടുത്തേക്ക് ഇത് കെട്ടിക്കൊടുക്കുമ്പോൾ തന്നെ ഇവർ പരിശോധിക്കുന്ന. ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തെങ്കിലും പ്രതിപക്ഷം പറഞ്ഞോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ? അല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ? അത് വേറെ കാര്യം. അതിപ്പോ SIT അല്ലേ നോക്കണം, നമ്മളല്ലല്ലോ. SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ. ഇന്നാളെ അറസ്റ്റ് ചെയ്യണം, ഇന്നാളെ ചോദ്യം ചെയ്യണം നമ്മൾ പറയുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു ഇതിന് ചോദിക്കും, നിങ്ങൾ ശക്തമായി ചോദിക്കേണ്ട, ഇവരെങ്ങനെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ആളുടെ അടുത്ത് പോയി എന്നുള്ളത് അസംബ്ലിയിൽ നിങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളോടെങ്കിലും ഇത് പറയൂ എന്ന് നിങ്ങൾ പറയണ്ടേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഉത്തരം കിട്ടിയോ? അപ്പൊ തെറ്റി. ഇപ്പൊ ഞാൻ പോകുന്നു, എന്റെ കൂടെ ഒത്തിരി ആളുടെ ഫോട്ടോ എടുക്കും. മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ നിൽക്കുന്നു, ഒത്തിരി ആളുടെ ഫോട്ടോ എടുക്കും. ഇത് സോണിയാഗാന്ധിയെ പോലൊരാളുടെ അടുത്ത് ഈ 3 പേര് ഒന്നിച്ച് ഒരു MP, അതുപോലെ തന്നെ അന്നത്തെ 2 MP-മാർ, അത് ഒരു തവണയല്ല, നിങ്ങൾ കേൾക്കുക, ഒരു തവണയല്ല 2 തവണയെന്ന് MP എന്നെ സാക്ഷ്യപ്പെടുത്തി. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ച ചോദ്യത്തിന് ഇതേവരെ ഉത്തരം കിട്ടിയോ? നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഉണ്ടല്ലോ, അവരൊന്ന് അന്വേഷിക്കണ്ടേ? ഇതാര് വഴി? ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ആര് വഴി? ഒരു അന്വേഷണ സംഘം ജേർണലിസ്റ്റുകൾ നോക്കണ്ട, ആര് വഴി? സോണിയാഗാന്ധി തെറ്റിയത് ഞങ്ങൾ പറയുന്നില്ല. സോണിയാഗാന്ധിയെ പോലൊരാളുടെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ അടുത്തേക്ക് ആര് വഴി? കട്ടയാൾ, വിറ്റയാൾ, 3-ാമത്തെ ആൾ കോവർത്, 3 പേരും ഒറ്റ കുറ്റമുതൽ വാങ്ങിയ എങ്ങനെ ഒന്ന്? അല്ല, ഇത് പറയും. ഇത് സോണിയാഗാന്ധിയുടെ അതേ സെക്യൂരിറ്റി അവിടെ ഉണ്ടോ എന്ന് എനിക്കിതുവരെ അറിയില്ല. അല്ല, സോണിയാഗാന്ധിയുടെ അതേ അത് അവർ വിശദീകരിച്ചല്ലോ. ഞാൻ പറഞ്ഞ ഇത് അതിനേക്കാൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണേ അറിയാമല്ലോ. ഇത് വളരെ ഗൗരവമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല. എന്നാൽ നിങ്ങളൊന്നും അന്വേഷിക്കുക, ആര് വഴിയാണെന്നുള്ളത്. പാർലമെന്ററി കാര്യമന്ത്രി അത് കഴിഞ്ഞ തവണ ചെന്നിത്തല പറഞ്ഞ് ഞാൻ നിങ്ങളോട് തന്നെ കാണിച്ചല്ലോ എന്താ പറഞ്ഞതുകൊണ്ട്. എന്ന് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ആദ്യത്തെ ദിവസം ബഡ്ജറ്റ് ചർച്ച അവർ ഏകദേശം നിൽക്കുകയുള്ളൂ. കേന്ദ്ര ബഡ്ജറ്റ് വന്നു, BJPക്ക് എതിരെ പറയണം. ഇത് നല്ലൊരു അവസരമല്ലേ? കേന്ദ്ര ബഡ്ജറ്റ് കേരളം എന്നൊരു സംസ്ഥാനം ഈ ഭൂപടത്തിലുണ്ടോ എന്ന് മട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അത് സംബന്ധിച്ച് ശക്തമായ വിമർശനം ഈ നാടിന് വേണ്ടി ഉന്നയിക്കാൻ സഭാവേദിയെ ഉപയോഗപ്പെടുത്താതെ ഇപ്പൊ ബഹളമുണ്ടാക്കുന്ന വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് അതിനെ ഉപയോഗപ്പെടുത്താതെ യഥാർത്ഥത്തിൽ BJPക്ക് MLA-മാർ നിയമസഭയിൽ ഇല്ലാത്തതിന് കുറവല്ലേ പ്രതിപക്ഷം ഇപ്പൊ തീർത്തുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.